അവസാനത്തെ ഓന്റെ ആ ഒരു ഡയലോഗ് ഉണ്ട്, ഒന്ന് കണ്ടു നോക്കണേ നിങ്ങളൊന്ന്. നിന്റെ ചെക്കൻ ഡെലിവറി ബോയാണോ? നീ എന്താ അങ്ങനെ ചോദിച്ചത്? ഇന്നലെ ഈ വീട്ടില് ഫുഡ് ഡെലിവറി ചെയ്ത അവനാണ്. നീയല്ല പറഞ്ഞത് ഓഫീസ് വർക്ക് ആണെന്ന്. ഇതാണ് അവന്റെ ഓഫീസ് വർക്ക്. ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. അവളുടെ ഒരു ഓഫീസ് വർക്ക്. നീ നല്ല ഫുഡ് ഡെലിവറി ചെയ്ത എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണോ പോയായിരുന്നു? നിന്നോട് അന്വേഷിച്ചു പറഞ്ഞു. നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഞാനിങ്ങനെ നാണം കെടുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ പണിക്കൊന്നും പോരുതെന്ന്. പോരാതെ ഇന്നലെ പോയത് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലും. എനിക്കറിയൂലായിരുന്നടാ നിന്റെ ഫ്രണ്ടിന്റെ വീടാണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകൂലായിരുന്നു. എനിക്ക് മടുത്ത അശ്വിനത്തോടെ. എന്റെ ഫ്രണ്ട്സിന്റെ ബോയ് ഫ്രണ്ട്സിന്റെ ഒക്കെ നല്ല ജോലിയാണ്. എനിക്ക് ഓക്കെ അല്ല അശ്വിനി റിലേഷൻഷിപ്പ്. നമുക്ക് ഇത് ഇവിടെ നിർത്താം. എനിക്ക് വയ്യ ഇങ്ങനെ നാണം കെട്ടി ജീവിക്കാൻ. ശരിയാണ്, നമ്മ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പണ്ട് നിനക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു, ഇപ്പൊ എനിക്കല്ല. ഇത്രയൊക്കെ നിന്ന് തന്നെ എന്റെ ഔദാര്യമായിട്ട് കൂട്ടിയാൽ പോണേണ്. അഞ്ജു, നീ പറഞ്ഞ ശരിയാണ്. ഞാൻ മാത്രമാണ് ഇങ്ങനെ. നിനക്കിനി ശല്യമായിട്ട് ഞാൻ വരൂല. ഞാൻ കാരണം ഈ നാണം കരണ്ടിയും വരൂല. ഓട്ടെ, ജനിച്ചു പോയില്ലടി, ജീവിച്ചു തീർക്കാൻ. അതേപോലെ ഉണ്ട് കുറെ പെണ്ണുങ്ങള്. ഒരാണിന്റെ മനസ്സ് മനസ്സിലാക്കാൻ പല പെണ്ണുങ്ങൾക്ക് സാധിക്കാറില്ല പലപ്പോഴും.